കാത്തിടും യേശുവേ, നിൻ സ്വരം കേൾക്കുവാനാശയാണ്. നിങ്ങളൊന്ന് പാടിക്കും, നിൻമുഖം നിൻമുഖം. ആ മുഖത്തെ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് പകൽക്കാലം നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ആമേൻ, ഹല്ലേലൂയ. അത് നമുക്ക് അതേ സംഭവം നമുക്ക് ബൈബിളിനകത്തും കാണാൻ പറ്റും. ആമേൻ. ആഗ്രഹം കൊണ്ട്, ആമേൻ, കർത്താവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, ആമേൻ, കാട്ടത്തിയുടെ മുകളിൽ ചാടിക്കേറിയ സക്കായിയുടെ വീട്ടിൽ പോയി കർത്താവ് പാർത്തു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കും. എന്തോ ചെയ്യും? നമ്മുടെ അകത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കത്തില്ല. അതിനൊരു ആക്ഷനുണ്ട്. വിശ്വാസത്തിനൊരു ആക്ഷനുണ്ട്. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും തൊടുന്നുണ്ട് കർത്താവിനെ എല്ലാവരും തൊടുന്നുണ്ട്. പക്ഷെ രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ട ഒരു തൊടിലിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടത്തിന്റെ ഇടയിലാണ് കർത്താവ് ഞെരുങ്ങിയൊക്കെ നിൽക്കുവാണ്. എല്ലാവരും തൊടുന്നുണ്ട്, ശിഷ്യന്മാരെല്ലാം തൊടുന്നുണ്ട്. പക്ഷെ അവരിലേക്കൊന്നും ശക്തി പുറപ്പെട്ടില്ല. ആമേൻ. കടുത്ത ആഗ്രഹത്തോടെ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് മാത്രം ശക്തി പുറപ്പെട്ടു. ഇന്ന് പകൽക്കാലം എല്ലാവരും പാടിക്കോ, എല്ലാവരും ആരാധിച്ചോ. പക്ഷെ എത്ര പേരാണ് ആഗ്രഹത്തോടെ എന്ന് പാടുന്നത്? എത്ര പേരാണ് എൻ്റെ കർത്താവിൻ്റെ മുഖത്തെ എനിക്കൊന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടെ പാടുന്നത്? നീ ഉറപ്പായിട്ടും കർത്താവിനെ കാണും. നീ ഉറപ്പായിട്ടും ആ സ്നേഹത്തെ അനുഭവിച്ചറിയും. നീ ഉറപ്പായിട്ടും ആ കർത്താവിൻ്റെ സ്വരത്തെ നീ കേൾക്കും. നാദാ നിന്റെ സ്നേഹത്താൽ എന്റെയും നീ വീണ്ടാതാല് ലോകമെങ്ങും നിന്റെ നാമം ഉയർത്തിടും ഞാൻ. നാദാ നിന്റെ സ്നേഹത്താൽ എന്റെയും നീ വീണ്ടാതാല് ലോകമെങ്ങും നിന്റെ നാമം കാത്തിടും യേശുവേ, നിൻ സ്വരം കേൾക്കുവാനാശയാണ്. നിങ്ങളൊന്ന് പാടിക്കും, നിൻമുഖം നിൻമുഖം. ആ മുഖത്തെ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് പകൽക്കാലം നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിൻമുഖം നിൻമുഖം കാണുവാൻ കാത്തിടും യേശുവേ, നിൻ സ്വരം കേൾക്കുവാൻ